ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം കൂലി കണ്ടിരിക്കുകയാണ്. തമിഴ് സിനിമയിലെ തന്നെ ദ്രവിച്ച് പഴകിയ കഥ എടുത്തു വെച്ചിട്ട് അതിൽ പഴയ രജനി സിനിമയൊക്കെ മിക്സ് ചെയ്ത് ഒരവിയൽ പരുവമാക്കിയതാണ് നമ്മുടെ കൂലി. സിനിമയുടെ കഥയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പെൻഷൻ പറ്റി ജീവിക്കുന്ന ചുമട്ടു തൊഴിലാളികളുടെ കഥന കഥ. CITU-കാർക്ക് ഉറപ്പായിട്ടും ഈ ഒരു സിനിമ ഇഷ്ടപ്പെടും. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് പോയി കാണേണ്ടതാണ്. ഇത് നിങ്ങളുടെ കഥയാണ്, ഇത് നിങ്ങളുടെ വിജയമാണ്. എന്തായാലും ലോകേഷിന്റെ കൂലി കാണാൻ പോയിട്ട് ധ്യാൻ ശ്രീനിവാസന്റെ കൈക്കൂലി കണ്ട ഒരു അവസ്ഥയായിപ്പോയി. റോളക്സ് ആകാൻ വന്ന അമീർ ഖാൻ ഡൂമെക്സ് ആയിട്ടുണ്ട്. ബീഡി കണ്ടിട്ടില്ലാത്ത ഗ്യാങ്സ്റ്റർ. എന്തായാലും അമീർ ഖാൻ കഥ കേട്ടിട്ടില്ലെന്ന് ഉറപ്പായി. കഥ കേട്ടിരുന്നേ ഇമാതിരി അവതാരത്തിന് പോയി തല വെക്കില്ലായിരുന്നു. എന്തൊക്കെയായിരുന്നു ബഹളം. തമിഴ് സിനിമയിലെ ആദ്യത്തെ 1000 കോടി 500 കോടിയിൽ നിന്നും എണ്ണി തുടങ്ങാം. എന്തായാലും കൂലി കാണാൻ പോയിട്ട് ഒരു ദിവസത്തെ കൂലി പോയതാണ് മിച്ചം. അപ്പോൾ തമിഴ് സിനിമയിലെ ആദ്യത്തെ 1000 കോടി അത് ജനനായകനുള്ളതാണ്. ഇനി അതും പ്രതീക്ഷിച്ച് ആരും ആ വഴി പോകണ്ട. നിങ്ങളൊരു ലോകേഷ് സിനിമ കാണാൻ വേണ്ടിയാണ് ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ നിങ്ങളെ ഈ സിനിമ 100% നിരാശപ്പെടുത്തും. ലോകേഷിന്റെ ഇതുവരെ വന്നതിൽ ഏറ്റവും മോശമായിട്ടുള്ള സിനിമ. ലോകേഷ് എന്താണ് ഇതിൽ ഉദ്ദേശിച്ചേക്കുന്നതെന്ന് പുള്ളിക്ക് തന്നെ അറിയില്ല. നിങ്ങൾ 150 രൂപ മുടക്കി ടിക്കറ്റ് എടുത്താൽ അതിനുള്ളത് കിട്ടും എന്നാണ് ലോകേഷ് ഇന്റർവ്യൂവിൽ പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ ആർക്കൊക്കെയാ കിട്ടിയെന്നാണ് അറിയാൻ വയ്യാത്ത. ഇതിലും ഭേദം ആ പൈസ കൊടുത്തൊരു ക്വാർട്ടർ മന്തി മേടിച്ച് കഴിച്ചാൽ വയറെങ്കിലും നിറയും. അനിരുദ്ധിനെ മാത്രം വെച്ച് ഒരു സീനും മാസാക്കാൻ പറ്റത്തില്ലെന്ന് പലർക്കും കൂലി കണ്ടപ്പം മനസ്സിലായി കാണും. ഒരു ഡയറക്ടർ അയാളുടെ ഫ്രെയിം സെറ്റിംഗ്, സ്ക്രീൻ പ്ലേ എല്ലാം ഒരുമിച്ച് കിട്ടുമ്പോഴാണ് കാണുന്ന പ്രേക്ഷകന് അത് കണക്റ്റ് ആവുകയുള്ളൂ. ലോകേഷിന് ബാക്കിയുള്ള സിനിമയിൽ വൃത്തിക്ക് ചെയ്യാൻ പറ്റിയതും കൂലിയിൽ മിസ്സായി പോയതും ഈ ഒരു ഐറ്റമാണ്. കൂലി കണ്ടപ്പം ലോക്കി കമൽ ഫാൻ ബോയ് ആണെന്ന് തെളിയിച്ച്. അടുത്ത ഉപേന്ദ്രയുടെ റോളും ശശി റോൾ ആകുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ രജനിയേക്കാൾ കിടിലം ഇൻട്രോയാണ് പുള്ളിക്ക് കിട്ടിയത്. ഉപേന്ദ്ര ശരിക്കും പൊളിച്ചടുക്കി. നാഗാർജുനയോട് കുറെ വട്ടം ആവശ്യപ്പെട്ടിട്ടാണ് ഇതിൽ അഭിനയിക്കാൻ സമ്മതിച്ചത് എന്ന് ലോകേഷ് പറഞ്ഞിരുന്നു. ഒഴിഞ്ഞു പോയ ആളെ പറഞ്ഞ് കൺവീൻസ് ആക്കി കൊണ്ടുവന്ന് പാവം നാഗാർജുനയെ ഊക്കി വിട്ടു. ലോക്കിയുടെ തള്ളുകൊണ്ട് മാത്രം നശിച്ചു പോയ ഒരു പടം. പിന്നെ സൗബിൻ ജയിലറിലെ വിനായകനാകാൻ ശ്രമിച്ചു, പക്ഷെ ആ ഒരു ലെവലിൽ പുള്ളി വന്നില്ല. എന്നാലും പുള്ളിയുടെ ക്യാരക്ടർ പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. രജനി ഉപേന്ദ്ര കോമ്പിനേഷനിൽ വന്ന ഡി-ഏജിങ് സീക്വൻസ് മാത്രമാണ് സിനിമയിൽ എനിക്ക് കിട്ടിയ ഒരേ ഒരു ഹൈ മൊമെന്റ്. മാസ് മസാല സിനിമകളിൽ ലോജിക്ക് നോക്കരുതെന്ന് അറിയാം, എന്നാലും സെക്കൻഡ് ഹാഫ് ഒക്കെ വൻ വധമായിരുന്നു. സെക്കൻഡ് ഹാഫിലെ ഒരു സീൻ കണ്ടപ്പം എനിക്ക് വില്ല് സിനിമയാണ് ഓർമ്മ വന്നത്. വില്ലിന്റെ ക്ലൈമാക്സിൽ വിജയെ മരുഭൂമിയിൽ കുഴിച്ചിടുന്ന ആ ഒരു സീൻ. ഇതിലും അതുപോലൊരു സീനുണ്ട്, പക്ഷെ എന്താണെന്നൊന്നും പറയുന്നില്ല, സ്പോയിലർ ആയി പോകും. പിന്നെ എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു സംശയമാണ്, എന്തിനാണ് ഈ സിനിമയ്ക്ക് A സർട്ടിഫിക്കറ്റ് കൊടുത്തത്? UA സർട്ടിഫിക്കറ്റ് കിട്ടിയ സിനിമകളിൽ പോലും ഇതിലും വലിയ വയലൻസ് അവർ കാണിക്കുന്നുണ്ട്. ആകെ മൊത്തത്തിൽ കുറേ സമയവും പൈസയും ഉണ്ടെങ്കിൽ ഒരു വട്ടം പോയി കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് കൂലി.